ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്താ വെച്ചാൽ ബസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബസ്സിനുള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ബസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതിന് നമുക്ക് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ബസ്സൊക്കെ സ്റ്റാർട്ടാക്കുമ്പം ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടല്ലേ ഒരു സ്വിച്ച്. അപ്പം ഇത് ബാറ്ററീൻ്റെ സ്വിച്ചാണ്. അപ്പോൾ വലിയ വണ്ടികൾക്ക് ഇതുപോലെ ഒരു ബാറ്ററി ഓഫ് ആക്കി വെക്കുന്ന ഒരു സ്വിച്ച് ഉണ്ടാവും. ഇതിനിപ്പോൾ ഉള്ളിലാണുള്ളത്. ചിലത് ചിലപ്പോൾ ബാറ്ററീൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കണം. അത് ഓൺ ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് കറണ്ട് കറക്റ്റ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്വിച്ച്. അപ്പോൾ ഇത് നമുക്കൊന്ന് ആദ്യം ഓൺ ആക്കേണ്ടതുണ്ട്. ഇതിപ്പം ഓണായി. ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാം. പിന്നെ ഇവിടെ നോക്കേണ്ടത് വണ്ടീൻ്റെ ഗിയർ നോക്കണം. ഇതിപ്പോൾ ഫസ്റ്റ് ഗിയറിലാണുള്ളത്. ഇത് നമുക്ക് ന്യൂട്രലേക്ക് ആക്കണം. എല്ലാ വണ്ടിയും സ്റ്റാർട്ടാക്കുന്ന പോലെ തന്നെ ന്യൂട്രലേക്ക് ആക്കുക. ഇതാണ് ന്യൂട്രൽ പോയിന്റ്. ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ഹാൻഡ് ബ്രേക്ക്. ഇതൊരു പക്ഷേ ചിലപ്പോൾ ഡ്രൈവർ സീറ്റിൻ്റെ ബാക്കിലോ സൈഡിലോ ഒക്കെ ആയിട്ട് പല സ്ഥലത്തായിട്ടായിരിക്കും വരിക. ചിലപ്പോൾ താഴെയായിരിക്കും. ഇപ്പോൾ ഈ വണ്ടീൻ്റെ ഇവിടെയാണ് വന്നിട്ടുള്ളത്. അപ്പം ഇത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നത് ഇങ്ങോട്ട് മേലോട്ട് പുഷ് ചെയ്തിട്ട് ഇങ്ങോട്ടായി കഴിഞ്ഞാൽ റിലീസാവും. പക്ഷേ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഈ എയറിൻ്റെ നോക്കണം. ഇത് ഈ 2 എയർ മീറ്ററുകൾ ഇത് 6 മാത്രമേ നമുക്ക് വണ്ടി മുന്നോട്ട് മൂവ് ചെയ്യാനാവുള്ളൂ, വണ്ടി മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ എല്ലാ വണ്ടിയിലും പോലെ തന്നെ എൻജിൻ സ്വിച്ച്, അതിൻ്റെ ഒപ്പം ഇതാണ് സ്റ്റാർട്ട്. ഇത് പുഷ് ബട്ടൺ സ്റ്റാർട്ടിംഗ് ആണ്. പക്ഷേ ഈ വണ്ടീൻ്റെ ഈ സ്റ്റാർട്ടിംഗ് സ്വിച്ച് ഒഴിവാക്കിയിട്ട് എൻജിൻ കീയിൽ തന്നെയാണ് സ്റ്റാർട്ടിംഗ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബസ് സ്റ്റാർട്ടാക്കാം. ഇപ്പോൾ എൻജിന് ഒന്ന് ഓണാക്കുക. ഇപ്പോൾ ഓണായി. ജസ്റ്റ് അടുത്ത തിരിയിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ടാവും. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടാക്കാം. ഇപ്പോൾ നമ്മുടെ ബസ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു 3 മിനിറ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇടണം, അല്ല ആക്സിലേറ്റർ കൊടുക്കണം. അപ്പോൾ എയർ ആവുള്ളൂ. എയർ ആയെങ്കിൽ മാത്രമേ നമുക്ക് ബസ് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.